അതെ, ഞാനിന്ന് മലയാളത്തിലുള്ള ഒരു റിവേറ്റ് ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു വീഡിയോ ആണിത് മലയാളത്തിലുള്ളത്. നമുക്ക് എങ്ങനെ നമുക്കൊരു പ്രോജക്റ്റ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് റിവേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നുവെച്ചാൽ ബ്രൗസറിനകത്ത് പോവുക. ബ്രൗസറിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സിസ്റ്റംസ് ഇവിടെ കിട്ടും. നമുക്കിപ്പോൾ ഇലക്ട്രിക്കൽ ബേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ മെട്രിക് ടെംപ്ലേറ്റ് ജസ്റ്റ് ചൂസ് ചെയ്ത് ഓപ്പൺ ആക്കുക. ജസ്റ്റ് ക്ലിക്ക് ഓപ്പൺ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോജക്റ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിനെ നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് ബിം 360 ഇടാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇത് പ്രോജക്റ്റ് ഓപ്പൺ ആയി നമുക്ക് ഇവിടെ ഒരു പ്രൊജക്ട് പ്രോപ്പർട്ടീസ് കിട്ടും. നമുക്ക് ആ പ്രോപ്പർട്ടീസും ഈ പ്രൊജക്ട് ബ്രൗസർ കിട്ടുന്നത് നമ്മൾ വ്യൂവിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇപ്പൊ പ്രൊജക്ട് ബ്രൗസർ അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് പോവും. ആ പ്രോപ്പർട്ടീസ് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് പോകും. അപ്പൊ നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രൊജക്ട് ബ്രൗസർ വേണം, ഒന്ന് പ്രോപ്പർട്ടീസ് വേണം. ഓക്കെ, ഇപ്പൊ ഈ രണ്ട് കാര്യത്തിലൂടെ നമ്മൾ റിവേറ്റ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. സിസ്റ്റം ബ്രൗസർ ഒക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ സെറ്റിംഗ്സ് ഇവിടെ കിട്ടും. ഓക്കെ, ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ സെറ്റിംഗ്സ് കിട്ടും. ഇലക്ട്രിക്കൽ സെറ്റിലൂടെ നമുക്ക് ജനറൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തരാൻ പറ്റും. ഇപ്പൊ നമുക്ക് ABC എന്നാണ് സർക്യൂട്ടിന്റെ ഫേസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് RYB എന്ന് വേണമെന്നുണ്ടെങ്കിൽ RYB എന്നാക്കി കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് RYB എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. നമുക്ക് വോൾട്ടേജ് ഡെഫിനേഷൻസ് ഇവിടെ കൊടുക്കാം. സിംഗിൾ ഫേസ്, 3 ഫേസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കാം. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് നമ്മുടെ സിംഗിൾ ഫേസിൽ വരുന്നത് അത് ഇവിടെ കൊടുക്കാം. 3 ഫേസിന്റെ അവിടെ കൊടുക്കണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പൊ ഇങ്ങനെ ചെയ്യാം. കേബിൾ ട്രേ സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പം അതിനകത്ത് കേബിൾ ട്രേയുടെ സൈസസ് ഇപ്പൊ നമുക്ക് പുതിയൊരു സൈസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സൈസ് ഇപ്പം ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു പുതിയ പ്രോജക്റ്റ് ഒക്കെ ഇതുപോലെ പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് കൊളാബറേറ്റ് എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. നമുക്ക് BIM 360 നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വർക്ക്സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ പുതിയ വിൻഡോ നമുക്ക് ഇവിടെ ഓപ്പൺ ആയി വരും. ഓക്കെ, ആ വിൻഡോയിലൂടെ നമുക്ക് പുതിയ വർക്ക് സെറ്റ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിപ്പം ഇലക്ട്രിക്കലിനെ വേണമെങ്കിൽ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ആർക്കിടെക്ചർ ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വർക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ കൊടുത്തു, നമ്മൾ എസ് കൊടുത്തു. അപ്പൊ നമുക്ക് അടുത്തത് വേണ്ടത് നമുക്ക് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസെർട്ട് ടാബിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് എവിടെയാണ് നമുക്ക് ഇട്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഇപ്പൊ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു വീഡിയോക്കകത്ത് ഇലക്ട്രിക്കൽ ആർക്കിടെക്ചർ മോഡൽ ഉണ്ട്. അത് നമ്മളിങ്ങനെ ജസ്റ്റ് സിമ്പിൾ വർക്ക് സെറ്റിൽ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. അപ്പം വർക്ക് സെറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ലിങ്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ സേവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം നമുക്കൊരു പ്രോജക്റ്റ് ഒക്കെ സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൂ. ഇതിനകത്ത് വലിയൊരു കാര്യമൊന്നുമില്ല റിവേറ്റിനകത്ത്. പക്ഷെ നമ്മൾ കുറച്ച് സിസ്റ്റമാറ്റിക്കലായിട്ട് പഠിക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഒരു BIM ടൂളാണ് റിവേറ്റ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാം അത് ട്രൈ ചെയ്യുക. ഈവൻ സിവിൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരു BIM ടൂൾസുകൾ പഠിക്കുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെ കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് 2019 നമ്മുടെ ആർക്കിടെക്ചർ മോഡ് സേവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. എപ്പോഴും നമ്മൾ ഏത് പ്രോജക്റ്റ് ഇപ്പൊ 2019 ആർക്കിടെക്ചർ മോഡിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2019 തന്നെ ഓപ്പൺ ചെയ്ത് ലിങ്ക് ചെയ്യുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻസ്. അപ്പം പ്രോജക്റ്റ് അങ്ങനെ ഇതിപ്പോ ഇതിനകത്ത് ലിങ്ക് ആയി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സെലക്ട് ചെയ്തിട്ട് ഇത് പിൻ ചെയ്യുക. ഓക്കെ, അതാണ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത്. കാരണം നമ്മൾ ഒരുപാട് ഡിസിപ്ലിൻ ആയിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിപ്പം അങ്ങനെ സേവ് ചെയ്ത് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ അതിനുശേഷം നമ്മൾ ഇതിനകത്ത് 3D വ്യൂ എന്നാണ്. ഇവിടെ ഒരു 3D വ്യൂയുടെ ഒരു ഡിഫാൾട്ട് 3D വ്യൂ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അതിന്റെ 3D വ്യൂ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഫൈൻ കൊടുക്കാൻ പറ്റും. നമുക്ക് സ്കെയിലുകൾ ഇവിടുന്ന് മാറ്റി കൊടുക്കാൻ പറ്റും. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഷെയ്ഡഡ് വേണമെങ്കിൽ ഷെയ്ഡ് കൊടുക്കാം. അപ്പൊ അതിന്റെ ക്ലിയർ വ്യൂസ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് നാവിഗേഷൻ ത്രൂ ഇത് നാവിഗേഷൻ ത്രൂ ആണ്. ഇതിനകത്തോട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് എവിടോട്ട് വേണമെങ്കിലും നമുക്ക്
റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ലെവൽസുകൾ എത്ര ലെവൽസുകൾ ഉണ്ടെന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ റിവേറ്റിൽ ലിങ്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്ട് ബ്രൗസർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് എലിവേഷൻസ് കിട്ടും. ഓക്കെ, അവിടെ എത്ര ലെവൽസ് ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഡിഫാൾട്ട് ആയിട്ട് 2 ലെവൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ ഇതുമായിട്ട് മാച്ച്ഡ് അല്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അലൈൻ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉപയോഗിച്ചിട്ട് ഇതുമായിട്ട് അലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഓൾറെഡി ഡിഫാൾട്ട് ഈ സംഭവങ്ങൾ ഇവിടെ വരും. അപ്പൊ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പി മോണിറ്റർ ചെയ്തിട്ട് ഈ സാധനങ്ങളെല്ലാം നമ്മൾ ലെവൽസ് എല്ലാം എടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് റിവേറ്റിന്റെ ഒരു മെയിൻ സംഭവങ്ങൾ. ഇപ്പൊ ജസ്റ്റ് നമ്മൾ റിയലിസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിനനുസരിച്ചിട്ട് മാറും. ജസ്റ്റ് ഞാൻ അത് എടുത്തു തരാം. സമയം എടുക്കും അത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രോജക്റ്റുകൾ ഒരുപാട് നമുക്ക് റിവേറ്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. അപ്പം മലയാളത്തിലുള്ള കുറച്ച് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ അത് കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ സിസ്റ്റംസുകൾ അല്ലെങ്കിൽ എങ്ങനെ ഇതിനകത്ത് സിസ്റ്റംസുകളൊക്കെ ഇടാം എന്നുള്ള വീഡിയോസുകളെല്ലാം നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാളത്തിലുള്ള വീഡിയോസ് കുറവാണ്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവനെ നമുക്ക് സെക്ഷൻസുകൾ എടുക്കാൻ പറ്റും. ഇതിനകത്ത് കുറെ സെക്ഷൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോർ പ്ലാനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സെക്ഷൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ജസ്റ്റ് ഈ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ബിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെ ബിം ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ഇത് ഒരു സെക്ഷനാണ്. ഇപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഷെയ്ഡ് കൊടുത്തിട്ട് പല രീതിയിൽ നമുക്ക് ചെയ്യാം, ഡയമെൻഷൻസ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ബിം ഈ റിവേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് മലയാളം വീഡിയോസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.